ടേക്ക് ഗോഡ് സീരിയസ്. ദൈവത്തെ ഗൗരവകരമായി എടുക്കുക. ദൈവാനുഭവത്തിൻ്റെ ഒരു ആദ്യ പാഠമാണത്. ടേക്ക് ഗോഡ് സീരിയസ്. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഇപ്പോഴേ ഈ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട പല വിചാരം കൂടെ പങ്കെടുക്കാം. പകുതി ആരാധനയും കൂടി, പകുതി അടുക്കളയിൽ വിഷയം ചെയ്ത്, പകുതി ഫോണും അറ്റൻഡ് ചെയ്ത്, വന്നവൻ്റെ ഫോണെല്ലാം അറ്റൻഡ് ചെയ്ത്, ഇടയ്ക്കൊന്ന് അലലിയ പറഞ്ഞ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അഭ്യാസങ്ങളോടും കൂടി വേണമെങ്കിൽ ഈ ആരാധനയിൽ പങ്കെടുക്കാം. ചിലർ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ആരാധനയുടെ മുമ്പിൽ നിൽക്കണം, ദൈവത്തിന് അകലമില്ല എന്ന് ചിന്തിക്കും. കൃപാസനവും ഞാനും തമ്മിൽ ചിലപ്പോൾ 4000 കിലോമീറ്റർ അകലെയായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ നീ പരിശുദ്ധാത്മാവ് നിൻ്റെ മുന്നിൽ പറയും ദൈവത്തിന് അകലമില്ല. മനുഷ്യനാണ് ഈ 4000 കിലോമീറ്ററൊക്കെ പറയണത്, അല്ലെങ്കിൽ 9000 കിലോമീറ്ററൊക്കെ പറയും. ദൈവത്തിന് അകലമില്ല. ഞാൻ ആരാധനയിൽ വിശ്വാസത്തോടെ പങ്കെടുക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്താണ് ഇരിക്കണത്. അപ്പോൾ ഈ ആരാധന അങ്ങനെ ഒരു ഗൗരവതരമായ ബുദ്ധിയോടുകൂടിയാണ് നിങ്ങൾ ആരാധനയുടെ ഓരോ വാക്കും, ഓരോ പ്രാർത്ഥനയും, ഓരോ വചനവും നിങ്ങൾ ശ്രദ്ധിക്കണത്. കൃപാസനത്തിൽ നിന്ന് ജോസഫ് അച്ഛനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങളുടെ എല്ലാ മാർക്കും പോവും. അച്ഛന് ഒരു ഇപ്പോൾ കൃപാസന ആൾത്താറ എക്സോ വഴി ആര് നിന്നാലും ഒരു ദൈവത്തിൻ്റെ ഉപകരണമാണ്. ദൈവത്തിന് ഈ സമയത്ത് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമമാണ്. അപ്പോൾ ദൈവമാണ് ഞങ്ങളോട് സംസാരിക്കണമെന്നുള്ളൊരു ബോധത്തിലാണ് ഭക്തിയോടെ, ഭയത്തോടെ, വിശ്വാസത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇപ്പം നമ്മൾ എന്തെല്ലാം കൂലങ്കഷമായിട്ട് വിശ്ലേഷണ രീതിയിൽ പഠിച്ചാലും ഇതിൻ്റെ പ്രയോഗത്തിലാണ് വിഷയം ഇരിക്കുന്നത്. എന്നാ പഠിച്ചാലും നമുക്ക് 2 പ്രയോഗമാണുള്ളത്. നമ്മൾ എന്നോ പഠിച്ചാലും പ്രയോഗത്തിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ ദൈവം തൂക്കി നോക്കുന്നത് പ്രയോഗത്തിലാണ്. 2 പ്രയോഗം നമുക്ക് എളുപ്പമാണ്. ഒന്ന്, ദൈവവചനം നടപ്പിലാക്കുന്ന ഒരു പ്രയോഗമുണ്ട് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും. അത് പ്രയോഗമാണ്. രണ്ടാമത്തെ പ്രയോഗം, ഇത് ബേസിക് പ്രയോഗം. ആദ്യത്തെ പ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആദ്യത്തെ പ്രയോഗം ഭക്തിയാണ്. എല്ലാം തുടങ്ങണ ഭക്തി എന്നാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം, ദൈവം ഏകനാണെന്നൊക്കെ അറിയാം. പക്ഷേ അത് നമുക്കുള്ളൊരു അറിവ് മാത്രമാണ് വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം. അറിവ് മാത്രമേ സൂക്ഷിക്കാം. അറിവ് എന്തിനാണ് നമുക്ക് ഉണ്ടാകുന്നത്? അനുഭവത്തിന് വേണ്ടിയാണ്. അനുഭവം എങ്ങനെ ഉണ്ടാകും? പ്രയോഗത്തിലാണ് അനുഭവം ഉണ്ടാകുന്നത്. അപ്പം പ്രയോഗമില്ല എന്നുണ്ടെങ്കിൽ അറിവായി തന്നെ അങ്ങ് ആശയതലത്തിൽ നിൽക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അനുഭവമാക്കാനുള്ള പ്രയോഗങ്ങളെ വിവേചിച്ച് നടപ്പിൽ വരുത്തുവാൻ ഒരു സുവിശേഷകന്റെ, ഒരു മിഷണറിയുടെ അഭിഷേകം എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യമായിട്ട് ഇപ്പോഴും നമുക്കറിയാം ഇത് മിഷൻ മാസമാണ്. ഏറ്റവും കൂടുതൽ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടാനുള്ള, ഇപ്പോൾ ഒരു വർഷം 12 മാസമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം സഭ റിച്ചാകണത്, ധന്യമാകുന്നത് ഏത് മാസമാണ്? ഒക്ടോബർ മാസമാണ്. കാര്യം ഒരേ സമയം തന്നെ നമ്മൾ മിഷനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഒരേ സമയം തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ വളരുന്നു. അതോടുകൂടിയാണ് നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ സ്വാധീനവും ദൈവാനുഭവവും ഇതെല്ലാം പ്രയോഗത്തിൽ വരുന്ന ഒരു സമയമാണ്.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോഴും അതിലൊരു വിഷയം എന്താ, ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണ് 13 പേര്. ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വിഷയം എന്താണ്? കർത്താവിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒരു വിഷയം. നിബന്ധനകളിലും നിയോഗങ്ങളിലുമുള്ള ഒരു വിഷയം കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ്. കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ദൈവത്തിന് വേണ്ടി നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മളുടെ ആധ്യാത്മിക കൃപയുടെ നിലവാരം ഉയരും. കൃപയുടെ നിലവാരം ഉയരുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾക്കും ആധ്യാത്മികമായ വിഷയങ്ങൾക്കും കൃത്യമായി നമുക്ക് മറുപടി കിട്ടും. കാര്യം ഞാൻ ഇന്നലെ വൈകുന്നേരം അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും ഏറ്റുപറയും. ഭയങ്കര വചനമാണത്. ഇപ്പം മത്തായി സുവിശേഷമാണ് 10:32. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോഴേ എല്ലാ അനുഗ്രഹത്തിൻ്റെ ഫോർമുല അതാണ്. അപ്പം നിസ്സാരകാരമല്ലേ. ഞാൻ മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രേക്ഷിത പ്രവർത്തനം വന്നാണ്. ഹോൾ ലൈഫ് ഈസ് മിഷൻ. നമ്മുടെ ഓരോ മൂവ്മെൻറ്റും മിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ നമുക്ക് വാക്കിലൂടെ ഏറ്റുപറയാം, ഇല്ലേ? മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് ദൈവത്തെ വാക്കിലൂടെ ഏറ്റുപറയാം, പ്രവൃത്തിയിലൂടെ ഏറ്റുപറയാം, പ്രാർത്ഥനയിലൂടെ ഏറ്റുപറയാം. ഏതെല്ലാം മാർഗങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ ഏറ്റുപറഞ്ഞാലും അതെല്ലാം ഈശോനാ പറയും, ദൈവപിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇത് ഒരു പക്ഷേ ബൈബിളിലെ ഏറ്റവും ഈടുള്ളൊരു വചനമാണിത്. ഇപ്പം രോഗം സുഖപ്പെടാനും പട്ടിണി മാറാനും അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം വരാനും എല്ലാത്തിനും ഒരു പോംവഴിയാണ്. എന്താണ് ഈ 10:32 മത്തായി ശ്ലീഹ? നിങ്ങളത് മറന്നു പോകരുത്. നിങ്ങൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ വചനം അങ്ങ് ഡിറ്റിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതിയിട്ട് അവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കണം. ഇടയ്ക്ക് നോക്കണം. എന്താ കാര്യം? ഇതൊരു തുറവി വചനമാണ്. ഇതിലൂടെ ഈ വാതിൽ തുറന്നാൽ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് പോകാം. എന്ന് വെച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്ന് പറഞ്ഞേ, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നു സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പം എങ്ങനെയല്ല ഈ മിഷൻ മാസത്തിലെ അച്ഛൻ പറഞ്ഞ പോലെ സമർത്ഥമായ കൃപ എങ്ങനെ ആർജിക്കാം? ഇപ്പം ഉദാഹരണത്തിന് ഈശോ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിട്ട് എന്താ ചെയ്തത്? 5ാമത്തെ പീഡാനുഭവ പ്രവചനം ഒന്ന് അനുസ്മരിക്കുകയാണ് ചെയ്തത്. പല പീഡാനുഭവ പ്രവചനങ്ങൾ ഈശോ നടത്തിയിട്ടുണ്ട്. 3 തിയോളജിയൻസ് അംഗീകരിക്കുന്നത്. പക്ഷേ നമ്മൾ സുവിശേഷം ശരിക്കും ഒന്ന് സ്ക്രൂട്ടണി ചെയ്താൽ ഒരു 4 പീഡാനുഭവ പ്രവചനമുണ്ട്. കാര്യം ഈ ക്രിസ്തീയതയുടെ അന്തസത്ത കാച്ചി കുറുക്കി വെച്ചിരിക്കുന്നത് എന്തിൻ്റെ അകത്താ? ഈ പാഷൻ പ്രഡിക്ഷൻസിൻ്റെ അകത്താ പീഡാനുഭവ പ്രവചനം. എന്താ ഇങ്ങനെ പറയാൻ കാര്യം അറിയാം? പീഡാനുഭവ പ്രവചനമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ വിചാരിക്കും ശരി സമ്മതിച്ച് അത് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനമാണ്. എന്താ ഈശോ പറഞ്ഞത്? ഇപ്പോൾ 16:21 അല്ലേ? മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16:21. എന്താണ് പീഡാനുഭവ പ്രവചനം? മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അപ്പോൾ ഒരു സംഭവം എന്താ? ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുക. രണ്ടാമത്തെ എന്താ? അവർ അവനെ പീഡിപ്പിക്കും. മൂന്നാമത്തെ എന്താ? അവർ അവനെ ക്രൂശിക്കും. നാലാമത്തെ എന്താ? 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇത്രയും സാധനമാണ് മിഷൻ. ഇതാണ് മിഷൻ എന്ന് പറയണത്. ഈ മിഷനെക്കുറിച്ചാണ് ഈശോ ആദ്യം ഡിസ്കസ് ചെയ്തത്. ആരുമായിട്ട്? പുരോഹിതന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തത് പിതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞില്ലേ? ദിസ് ഇസ് എ തിങ്. നമുക്ക് ഒരു ക്രിസ്ത്യാനിക്കും ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. ഇപ്പം നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:49 ഒരു വചനമുണ്ട്. കാര്യം അമ്മ ചോദിക്കും ഈശോനോട്, ഈശോ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമാണ് ആദ്യത്തെ പീഡാനുഭവ പ്രചരണം. എന്താണ്? ഒരു ഷെയ്ഡാണ്, ഷാഡോ പാഷൻ പ്രഡിക്ഷൻ. എന്താണ്? എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ
2:49 എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് സംഭവം. യേശുവിനെ കെയർ ചെയ്യുന്നവർ എപ്പോഴും അറിയേണ്ട ഒരു സംഭവമാണ്. എന്താണ്? പിതാവിൻ്റെ കാര്യങ്ങളിലുള്ള വ്യാപൃത. ഇത് സഭ എന്ന് ഈ കാര്യങ്ങൾ വ്യാപൃതരാകാതിരിക്കുന്നു, അപ്പോഴും നമ്മൾ അഡ്മിഷൻ ചെയ്തു പോകും. ഇതാണ് മിഷൻ. ഈശോ ഒറ്റ വാക്കിനാണ് പറയണത്. എന്താണ്? എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് ഒരു ചോദ്യം. ആ പിതാവിൻ്റെ കാര്യങ്ങൾ എന്താണ് ശരിക്കും? പിതാവിൻ്റെ കാര്യങ്ങളെല്ലാം ഈ മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുക. ഈ എന്താണ് ഈശോ നീ ഈ പുരോഹിതന്മാരുമായിട്ട് ദേവാലയത്തിൽ തർക്കിച്ചതെന്ന് ബൈബിളേ ഇല്ല. പക്ഷെ ബൈബിളിൽ ഒരു കാര്യമുണ്ട്, അത് പിതാവിൻ്റെ കാര്യമാണെന്ന്. പിതാവിൻ്റെ കാര്യം വ്യക്തമാണ്. എന്താണ് പിതാവിൻ്റെ കാര്യം എന്ന് മാത്രമേ ഉള്ളൂ? കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി അത് പീഡാനുഭവത്തിലൂടെ വരണതാണ്, പാപത്തിന് പരിഹാരം ചെയ്യാൻ. അപ്പോൾ മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പിതാവിൻ്റെ കാര്യം. ആ പിതാവിൻ്റെ കാര്യം ഇവരുമായി ഡിസ്കസ് ചെയ്യാണ്. കാര്യം ഇവർക്ക് അങ്ങനെ ഒരു ബോധം വന്നിട്ടുണ്ടെന്ന് ഈശോ പരിശോധിക്കുക. കാര്യം ഇനി ഒരു ക്രിസ്തു വരാനില്ല. അപ്പോൾ വന്ന ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് മിശിഹായെക്കുറിച്ചുള്ള ഇവരുടെ സങ്കല്പം, അതിനെക്കുറിച്ച് അപ്പോൾ അവർക്ക് അവരുടെ സങ്കല്പങ്ങൾ പറയുമ്പോൾ ഈശോ തിരിച്ചു പറയും, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ തർക്കമായി. ഇതാണ് പിതാവിൻ്റെ കാര്യമെന്ന് പറയണത്. ഇപ്പം ഈശോ എപ്പോഴും എല്ലാ സമയങ്ങളിലും ഈ പിതാവിൻ്റെ കാര്യത്തെക്കുറിച്ച് കോൺഷ്യസ് ആണ്. എപ്പോൾ ഈശോ എന്നെല്ലാം പിതാവിൻ്റെ കാര്യങ്ങൾ. ഇപ്പം സഭയ്ക്ക് എന്താണ് ഇവിടെ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഡ്യൂട്ടിയുള്ള പിതാവിൻ്റെ കാര്യമേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. സഭയെ നവീകരിക്കാനുള്ള ഒരു ചോദ്യം അതാണ്. എന്താണ്? ആർ യു ബിസി വിത്ത് ദ അഫയേഴ്സ് ഓഫ് ദി ഫാദർ? ഫാദേഴ്സ് അഫയേഴ്സിലാണ് ബിസി ആയിരിക്കുന്നത് സഭ. ഒറ്റ ചോദ്യം കൊണ്ട് സഭയെ നമുക്ക് മിഷണറി ആക്കാൻ പറ്റും. ഒറ്റ ചോദ്യം. കാര്യം ഈ ചോദ്യമാണ് എപ്പോഴും പ്രശ്നമായിരുന്നത് ഇവിടെ. നമ്മൾ സുവിശേഷം പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നിങ്ങളുടെ പഠനം തരാമോ? നിങ്ങൾ ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരൊക്കെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സമാധാനം വരണത്. അതല്ല വേറൊരു മാർഗ്ഗം നമ്മുടെ മുമ്പിലില്ല. എൻ്റെ സഹോദരനെ ശ്രദ്ധിക്കണം. അതായത് ഈ പിതാവിൻ്റെ കാര്യത്തിൽ നിന്ന് യേശുവിനെ പിന്തിരിപ്പിക്കാനാണ് ആദ്യത്തെ ശ്രമം. ഇപ്പോൾ 12-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ കാര്യം വെളിപ്പെട്ടെങ്കിലും ആദ്യത്തെ ശ്രമം എന്താ? നമ്മൾ മരുഭൂമിയിലെ പരീക്ഷ വരുമ്പോഴെന്താണ്? ഈ പിതാവിൻ്റെ കാര്യത്തിൽ നിന്ന് ഈശോനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം. അതിനാണ് സാത്താൻ വളരെ ശാസ്ത്രീയമായിട്ടാണ്, വളരെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്, വളരെ മാനുഷികമായ ഒരു ഇടപെടലാണ്. ഏറ്റവും കൂടുതൽ സിമ്പതിയോടുകൂടിയാണ്, ദൈവത്തെക്കാൾ സിമ്പതിയോടുകൂടി സാത്താൻ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ ഈ മരുഭൂമികൾക്കുണ്ടാകുന്നൊരു പ്രശ്നം അതാണ്. ദൈവത്തെക്കാൾ സിമ്പതി സാത്താന് തോന്നുന്ന ഒരു സ്ഥലമാണ്. രോഗം വരട്ടെ, അല്ലെങ്കിൽ കടങ്ങൾ പെരുകട്ടെ, അല്ലെങ്കിൽ ഉറ്റവർ മരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി ഉണ്ടാകട്ടെ, അപ്പോഴേ ദൈവത്തെക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ദൈവത്തെക്കാൾ കമ്പാഷനേറ്റായിട്ട് അനുകമ്പയുള്ള ആളായിട്ട് സാത്താനെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിതാവിൻ്റെ കാര്യത്തിന് ബദൽ സുവിശേഷം ആൻറ്റി ഗോസ്പലിംഗ് തുടങ്ങുന്ന അവിടെ വെച്ചാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് ലോകം മുഴുവൻ. നമ്മൾ വളരെ വിജിലൻ്റായിട്ട് നിന്നില്ലെങ്കിൽ ഈ പിതാവിന് ഇതുപോലെ ഉണ്ടാകുന്ന സമയം നമുക്ക് അറിയാൻ പറ്റാതെ വരും. ഈശോയോട് സാത്താൻ ചോദിക്കുന്ന ചോദ്യമില്ലേ, നീ എന്തിനാണ് ഇങ്ങനെ പട്ടിണി കിടന്ന് ചാകണത്? വല്ല കാര്യമുണ്ടോ? ഏത് പീഡാനുഭവം കുറിച്ചും പറഞ്ഞോ ഉയർത്തുന്നേപ്പാണെന്ന് പറഞ്ഞാൽ ആളുണ്ടായിട്ട് വേണ്ടേ ഇതൊക്കെ നടത്താൻ? വല്ല ഭക്ഷണം കഴിക്കുമെന്ന് പറയും. എന്നിട്ട് പറയും നിനക്ക് കഴിവുണ്ടല്ലോ എന്ന് പറയും. നിൻ്റെ പിതാവ് നിനക്ക് കഴിവ് തന്നിട്ടുണ്ടല്ലോ, കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കാൻ പറയും. അപ്പോൾ മാനുഷിക കാര്യങ്ങളിലേക്ക് ഈശോ 40 ദിവസം ഉപവസിച്ചത് പിതാവിൻ്റെ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങളായിരുന്നു.
ഈ ദൈവിക കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും തന്ത്രം പറഞ്ഞ് വ്യാഖ്യാനിച്ച് മാനുഷികമായ കാര്യങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ഓർക്കുക, ആൾ മരുഭൂമി പ്രത്യക്ഷപ്പെട്ട ആൾ സഭക്കുള്ളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ദൈവികമായ കാര്യങ്ങളിൽ നിന്നാണ് ഈശോ 40 രാവും 40 പകലും ഉപവസിക്കാൻ. എന്നിട്ട് ഈ ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് പിതാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് കർത്താവിനെ മാറ്റിയിട്ട് മാനുഷികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും. തന്ത്രപൂർവ്വമായിട്ട് ഇതിൽ പറഞ്ഞ് സാത്താൻ എന്താ പറയണത്? എന്തിനാ നിങ്ങളുടെ വിശന്ന് എല്ലും തോലുമായിട്ട് നിൽക്കണത്? കല്ലുകളോട് അപ്പമാകാൻ പറയൂ എന്ന് പറയുന്നത് എന്താണ്? ദൈവിക കാര്യങ്ങൾ മാറ്റിപ്പിടിക്കൂ, മാനുഷിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൂ. സഭയ്ക്ക് എന്നും ഉണ്ടായിട്ടുള്ള പ്രലോഭനമാണിത്. സഭയ്ക്ക് എന്നും ഉണ്ടായിട്ടില്ല. അതായത് ദൈവിക കാര്യങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം മാനുഷികമായ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് എന്നുള്ള ആ മഹാരക്ഷ. ഇപ്പം തന്നെ നമ്മളുടെ ടി വിയിലൊക്കെ ചില അച്ഛന്മാരൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ. അച്ഛന്മാരുടെ പേരൊന്നും ഞാൻ പറയണില്ല, എന്നാലും ഇവരുടെ വായിൽ നിന്ന് വന്നുള്ള ചില വാക്കുകൾ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അവരെന്നാ പറയണമെന്നറിയാവോ? ജീസസ് ക്രിസ്തു ഒരു മൂല്യസംഹിതയായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ഷാലോൺ ടി വിയുടെ ഒരു അച്ഛൻ സ്ഥിരം അതിന് ആ പങ്ക്തിയുള്ളതാണ്. അങ്ങനെ സംസാരിച്ച ക്രിസ്തുവിനെ ഒരു മൂല്യമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കണമെന്ന്. ഇത്ര തന്ത്രപരമായിട്ടാണ് സാത്താൻ കളിക്കണമെന്ന് അറിയാമല്ലോ. അതായത് ഇവിടെ ഈ പറഞ്ഞു വെക്കണത് എന്താണ്? ഇവിടെ വാല്യൂ സിസ്റ്റം മോശമായിരുന്നു. അത് കാരണം വാല്യൂ സിസ്റ്റം, മൂല്യ വ്യവസ്ഥിതിയെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം സംഭവിച്ചതെന്നാണ് പറയണത്. ഇതെവിടെ തന്നെ അവസാനിച്ചതെന്നറിയാവോ? അതായത് വി ആർ നോട്ട് പ്രൊമോട്ടിങ് എ വാല്യൂ സിസ്റ്റം. നമ്മുടെ മിഷനിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്രിസ്തു ഒരു വാല്യൂ സിസ്റ്റമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടും. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിന് മുമ്പ് ഇവിടെ നല്ല വാല്യൂ സിസ്റ്റം ഇല്ലായിരുന്നോ? സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ആദ്യ ആളാരാണ്? സോക്രട്ടീസാ. അതെത്രയോ വർഷം മുമ്പാ. ഒരു മനുഷ്യൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാജാവ്, ഒരു ഭാരതീയ രാജാവ് സ്വന്തം തൊടേന്ന് പ്രാവിനെ രക്ഷിക്കുന്ന കാരുണ്യമില്ലേ? ഒരു വാല്യൂ സിസ്റ്റമാണ്. ബൈബിൾ പോലും ഞെട്ടണ വാല്യൂ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം പുതിയൊരു വാല്യൂ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്. ഈ വാല്യൂ സിസ്റ്റം ഇനി പരസ്നേഹം, കരുണ, അല്ല ദൈവസ്നേഹം, അല്ല മനുഷ്യന് അങ്ങോട്ട് പങ്കുവെപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് വാല്യൂ സിസ്റ്റം പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറയണത് ആരാണ്? നീ വിശക്കണില്ലേ? നിനക്ക് വിശക്കത്തില്ലേ? കല്ലുകളോട് അപ്പമാകാൻ പറയുന്ന മാനുഷിക കാര്യങ്ങളാണ്. We are proclaiming the person Jesus. നമ്മൾ ആരെ പ്രൊക്ലെയിം ചെയ്യണത്? വാല്യൂ അല്ല, നമ്മൾ പ്രൊക്ലെയിം ചെയ്യണത് ഒരു പേരാ, ഒരു നാമം, സിംഗിൾ നെയിം. എന്തിനാണ്? For the salvation of the mankind, we proclaim the single name. The single name is given, the name of Jesus Christ. അല്ലേ? വാല്യൂ സിസ്റ്റമാണ്. അപ്പം തന്ത്രപരമായിട്ട് സഭയെ അട്ടിമറിക്കാൻ വേണ്ടി സഭയുടെ ആൾക്കാരെ തന്നെ സാത്താൻ ക്ലിയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ എന്താണ്? ഭയങ്കരമായ പരിസ്ഥിതിവാദം കത്തുകയാണ് സഭയിൽ. തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യ കാഴ്ചയാണെന്നേ ഉള്ളൂ കുഴപ്പം. ആദ്യ കാഴ്ചയാണ്. ഒരു അന്ധൻ്റെ കണ്ണിൽ കർത്താവ് ചേറ് പൂശില്ലേ? എനിക്ക് ആ സുവിശേഷം വായിക്കുമ്പോൾ തോന്നും ചേറല്ല, ചാണാൻ പൂശണ്ടായിരുന്നെന്ന്. എന്താ കാര്യം അറിയോ? ഇവന് കണ്ണ് കാഴ്ച കൊടുത്തപ്പോഴേ ഇവൻ ഉടനെ പറഞ്ഞു, എന്താണ് നീ കാണുന്നതെന്ന് ചോദിച്ചു. 8:24. അപ്പോൾ ഈ അന്ധം പറയണേ, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, ബട്ട് എന്താണ് ബട്ട്? അവർ മരങ്ങളെ പോലെ ഇരിക്കണേ. അതാണ് മർക്കോസ് 8:24. മനുഷ്യരെ പോലും മരങ്ങളായിട്ട് കാണുന്നൊരു കാലമില്ലേ? അതാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ എന്ത് പറ്റി? മരങ്ങളെ പോലെ ഇരിക്കണോ ഫസ്റ്റ്. ഇപ്പം മനുഷ്യരെ പോലും മരങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ചയില്ലേ? അത് പറയുമ്പോൾ നമ്മളൊക്കെ മനുഷ്യനെ പോലെ, അപ്പോൾ മനുഷ്യനേക്കാൾ പ്രാധാന്യം മരങ്ങൾക്കായി. എൻ്റെ പേര് മേരി ജോർജ്. ഞാൻ വരുന്നത് മൂന്നാറിനടുത്ത് പൊട്ടൻകാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളി ഇടവക അംഗമാണ്. എൻ്റെ മോളാണ് കൂട്ടത്തിലുള്ളത്, മൂത്ത മോള്. ഇവൾക്ക് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു.
3 അബോർഷനായിപ്പോയി. ഹാർട്ട് ബീറ്റ് ഇല്ലാതെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ വേറൊരു സെൻറ്ററിൽ ഇവിടെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. അവളവിടെ പോയി ധ്യാനം കൂടുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അമ്മേ, അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് വന്ന് എന്നോട് പറഞ്ഞു. എന്താ മോനെ കാരണം എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് അവിടുത്തെ അച്ഛൻ എൻ്റെ ഇങ്ങനെ ക്ലാസ്സിൻ്റെ സമയത്ത് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ 3-4 കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് ആ ഒരു കുഞ്ഞിനെ മാത്രം ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചിട്ട് ബാലൻസ് വരുന്ന 3 കുഞ്ഞുങ്ങളെയും കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ട് എനിക്കൊരു കുഞ്ഞ് വേണ്ടമ്മേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുഞ്ഞില്ലാതെ ഇനി ജീവിച്ചുകൊള്ളാം എന്നോട് വന്ന് പറഞ്ഞു എൻ്റെ മോളെൻ്റെ അടുത്ത്. എനിക്കത് ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇവൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ, അവളുടെ ഒരു കൂട്ടുകാരി മുഖാന്തരം ഇവൾ കൃപാസനത്തെ പറ്റി അറിയാനിടയായത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ അമ്മേ, ഞാൻ കൃപാസനത്തിൽ പോവാണ്, ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. അന്നേരം കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു, നമുക്ക് ഇവിടെ വരാനോ വന്നെടുക്കാനോ ഉള്ളൊരു സാഹചര്യം അന്നുണ്ടായില്ല എന്ന് ഇവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി മോനെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനത്തെ പറ്റി എനിക്ക് താല്പര്യമില്ല മോനെ, ഞാനൊരു കരിസ്മാറ്റിക് പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനം ഒരിക്കലും ഒരു നല്ല പ്രസ്ഥാനമല്ല, നീ ഒരിക്കലും കൃപാസനത്തിൽ പോകരുത്. ആലുവായിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു BP ജോസഫ് അച്ഛനുണ്ട്, വേറെ ഒരു ബ്രദറുണ്ട്. ഇവർ വെള്ളങ്കണ്ണിയിൽ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ പറഞ്ഞ് മാതാവ് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് പത്രം വിറ്റ് കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്, അതാണ് കുഞ്ഞൊരിക്കലും അവിടെ പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അമ്മേ, ഇപ്പോൾ അവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല, എന്തായാലും മാതാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, നമുക്കത് ചൊല്ലി നോക്കാം അമ്മയെന്ന് പറഞ്ഞു. ശരി ആട്ടെ മോനെ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടി യൂട്യൂബ് വഴി അത് ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവളിവിടെ വന്ന് ഓൺലൈനിലൂടെ ഉടമ്പടി എടുത്ത് 2 മാസം ഇവൾ പുതുക്കി, മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്കും വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി, ഞാനും വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോഴും ഈ പത്രത്തിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. സത്യത്തിൽ അന്ന് പത്രത്തെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഞാൻ ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോകും. എനിക്ക് അത്രയ്ക്കും പത്രത്തോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ഒരു ദിവസം 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷേ ദൈവമായിട്ട് ഒരു ഐക്യം ഒന്നും ഉണ്ടായിരുന്നില്ല, പിണങ്ങിപ്പോകും, ദൈവത്തോട് പിണങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബൈബിൾ പഠിക്കണം എന്നൊരാഗ്രഹം തോന്നി. 40 വർഷത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ബൈബിൾ പഠിക്കണം എന്നുള്ളത്. ഒരിക്കൽ പോലും ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ നിൽക്കുമായിരുന്നില്ല. ഒത്തിരി വായിച്ചു കഴിയും. പലരും ഒരു വചനം പറയുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, അത് വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി, വചനം എനിക്ക് ഗ്രഹിക്കാൻ തുടങ്ങി. അതൊരു ഉടമ്പടിയിൽ ഒരു വിഷയമായി ഞാൻ വെച്ചിരുന്നു. എനിക്ക് വചനം പഠിക്കാനും ഗ്രഹിക്കാനും തുടങ്ങി. ആ സമയത്ത് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൂടെ ഒരു ചിന്ത, അതായത് മോശയ്ക്ക് തമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്നു, എനിക്ക് ബലി അർപ്പിക്കാൻ ഊനമറ്റ കുഞ്ഞാടുകളെ തന്നെ കൊണ്ടുവരണം, ചെങ്ങലിപ്രാവായാലും എന്തായാലും ഊനമറ്റതായിരിക്കണം, ഊനമറ്റതല്ലാത്ത ഒന്നും ഈശോയ്ക്ക് വേണ്ട. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയ്ക്ക് ഊനമറ്റതല്ലാത്ത ഒന്നും വേണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ എന്തിനാണ് ഈ ഊനമറ്റല്ലാത്തതിനെല്ലാം അത് നിക്ഷേപിച്ചത്? നിൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, എനിക്ക് തന്നേ പറ്റൂ, എൻ്റെ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നേ പറ്റൂ. അത് മാതാവിൻ്റെ അന്നേരം തന്നെ പെട്ടെന്നൊരു വചനം എൻ്റെ മനസ്സിൽ വന്നു. റോമ 8:17 മക്കളെങ്കിൽ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ അവകാശികളും ദൈവത്തിൻ്റെ കൂട്ടവകാശികളും. അപ്പം ഞാൻ മകളാണ്, എനിക്കത് തന്നേ പറ്റൂ എന്ന് കട്ടായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ മകളല്ലേ, നിനക്ക് പോയി മേടിക്കത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തല്ല് വെച്ച് തന്നെ ഇറക്കി വിടും. ആരോടും ഒരു വ്യക്തിയോടൊന്ന് ക്ഷമിക്കാൻ വേണ്ടി ഞാൻ 7 പ്രാവശ്യം കുമ്പസാരിച്ചിട്ടും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോകും? അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യ്, ബാലനായ യേശുവിനെയും കൂടുതൽ കൂട്ടിക്കോ. 12 വയസ്സിൽ കാണാതെ പോയ പിതാവിന് തപ്പി നടന്നപ്പോൾ അനുഭവിച്ച വേദന ഒരു കുഞ്ഞില്ലാത്ത അമ്മയ്ക്ക് എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് അമ്മ കൂട്ടിക്കൊണ്ട് പോയി എനിക്കൊരു കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിന് കൊണ്ടെത്താമെന്ന് പറഞ്ഞു. ആ നിമിഷം ഇതേ മാതാവ് ഈ കളർ സാരി ഉടുത്ത് ഒരു പച്ച പുൽത്തടിയുടെ മുകളിൽ തെറ്റായിട്ട് തിരിച്ചിരിക്കുന്ന ചെമ്പൻ പാത വഴി ഒരു 12 വയസ്സുള്ള കുഞ്ഞിനെയും പൊതഞ്ഞു പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. പിറ്റത്തെ മാസം എന്നോട് മോള് വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയതിൻ്റെ 90-ാമത്തെ ദിവസം ഞാനിവിടെ വന്ന്
കൃപാസനത്തിൽ കാല് കുത്തുന്ന ആ നിമിഷമാണ് കുഞ്ഞ് എന്നോട് വിളിച്ചു പറയുന്നത്, ഞാൻ ഗർഭിണിയാണ് അമ്മയെന്ന്. പുറത്ത് ആരോടും പറയണ്ട, ഞങ്ങളും ഇതിട്ട് നോക്കിയതേ ഉള്ളൂ, ഡോക്ടറെ കണ്ടിട്ടില്ല അമ്മയെന്ന് പറഞ്ഞു. ഡോക്ടറെ ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, മക്കളെ ഒരു കാരണവശാലും ഇത് പുറത്ത് പറയരുത്, 3 മാസത്തേക്ക് പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. 3 മാസത്തേക്ക് ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല. പിന്നെ ചെന്നപ്പോൾ പറഞ്ഞു 5 മാസത്തേക്ക് പുറത്ത് പറയണ്ട, കാരണം ഇവൾക്ക് ബ്ലീഡിങ്ങിൻ്റെ ഒരു ലക്ഷണമുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ നീ ഒരിക്കലും സങ്കടപ്പെടേണ്ട, സംശയിക്കേണ്ട, ഇത് മാതാവ് തന്നതാണെങ്കിൽ നിൻ്റെ ഉദരത്തിൽ ഇത് ഉരുവായിരിക്കും, നീ സംശയിക്കുകയേ വേണ്ട മോനെ, നിനക്ക് ആ കുഞ്ഞിനെ തമ്പുരാൻ തരും എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവളും വന്ന് ഉടമ്പടി എടുത്തിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഇവൾ ഉടമ്പടി എടുത്ത് ഇവൾക്ക് ഈ കുഞ്ഞ് വയറ്റിലുണ്ടാകുന്നതിന് മുമ്പ് പിങ്ക് കളറുള്ള ഒരു ടർക്കിക്കകത്ത് മാതാവ് ഒരു ആൺകുഞ്ഞിനെ പൊതിഞ്ഞ് ഇവിടെ സൈഡിൽ കൊണ്ട് കിടത്തുന്നത് കണ്ട് ഇവൾ ഞെട്ടി ഉണർന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെയാണ് മാതാവ് തന്നിരിക്കുന്നത്. അങ്ങനെ മാതാവിൻ്റെ സാക്ഷ്യത്തിൽ ഒന്നാമത്തെ സാക്ഷ്യമായിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, എനിക്ക് ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ പ്രസ്ഥാനവുമായിട്ട് ഞാൻ മുൻപോട്ട് പോകുന്ന സമയത്ത് എനിക്ക് കോവിഡ് വന്ന് കിടക്കുന്നു. ഞാനൊരു 3 മാസം എനിക്ക് സംഘത്തിൽ പോകാൻ പറ്റാതെ വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ മറ്റുള്ള വ്യക്തികളെല്ലാവരും കൂടി കണക്കിലൊരു കൃത്രിമം നടത്തി. ആ കൃത്രിമം നടത്തിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവർ കണക്ക് തരാതെ വരികയും കണക്കുകളൊന്നും ശരിയായ രീതിയിൽ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റാതെ വരികയും വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, കൃപാസന അമ്മേ, നീ ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് പറ്റുമല്ലോ, ഇതെന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാൻ. ഞാൻ ഈ വർഷം കണക്ക് കംപ്ലീറ്റ് ഉപേക്ഷിക്കുകയാണ്. 18 വർഷമായി ഞാൻ ഈ പ്രസ്ഥാനവും കൊണ്ട് പോകുന്നു. എനിക്കിനിയും വയ്യ. കാരണം ഇത്രയും വർഷവും 1 രൂപ പോലും ആരുടെ അപഹരിക്കാതെ ഞാനിത് കൊണ്ടുപോയിട്ടും ഒരാവശ്യം വന്നപ്പോൾ എല്ലാവരും എനിക്ക് എതിരാകുകയും ആരും എന്നെ അംഗീകരിക്കാതെയും വന്നപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി. ആരും പറഞ്ഞു തന്നില്ല, ഒന്നുമില്ല. ഇവർ ലാഭവിധം വീതിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. അവസാനം എനിക്ക് സങ്കടം സഹിക്കാതെ വന്നു. കഴിഞ്ഞ 2022 ദുഃഖവെള്ളിയാഴ്ച വൈകുന്നേരം 1:56 രാത്രി എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലായി. ഞാൻ ചോദിച്ചു, അമ്മേ മാതാവേ, അമ്മയോടല്ലേ ഞാൻ ഇത്രയും നാൾ ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് അമ്മ എനിക്കിതിനൊരു വഴി പറഞ്ഞു തരാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ജനലിൽ കൂടി ഒരു മാതാവ് മുസ്ലിം സ്ത്രീയുടെ വേഷത്തിൽ കാവി വസ്ത്രം, അച്ഛൻ്റെ കുപ്പായത്തിൻ്റെ നിറമുള്ള അതേ വസ്ത്രം ധരിച്ച് മാതാവ് ജനലിൽ കൂടി എൻ്റെ റൂമിലേക്ക് വന്ന് ഞാനിരുന്ന് കിടക്കുന്ന റൂമിൻ്റെ കസേരയിൽ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഫ്ബുക്ക് എടുത്ത് നിവർത്തി വെച്ച് എൻ്റെ സംഘാംഗങ്ങളുടെ ബാക്കിയുള്ളവരുടെ കയ്യിലിരുന്ന പാസ്ബുക്ക് എടുത്ത് എൻ്റെ ഒപ്പം നിവർത്തി വെച്ചിട്ട് എനിക്ക് കണക്കുകൾ തോരെ പറഞ്ഞു തന്നു. 3 മാസത്തെ കണക്കും കംപ്ലീറ്റ് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, മകളെ ഇതാണ് കണക്ക്. അപ്പോൾ ചോദിച്ചു, മാതാവ് എങ്ങനെയെങ്കിലും ഈ കാശ് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി? മാതാവ് പറഞ്ഞു, നിന്നോട് പറയാതെ അവർ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് കൂടുതൽ പൈസ, നീ ഇത് ചെന്ന് കണ്ട് ബോധ്യപ്പെട്ട് നിനക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നീ ഇത് സംഘത്തിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. പിറ്റത്തെ ആഴ്ച ഞാൻ സംഘത്തിൽ ചെന്നിട്ട് കണക്കുകൾ കംപ്ലീറ്റ് നോക്കിയപ്പോൾ മാതാവ് പറഞ്ഞ അതേ കണക്ക് 16,500 രൂപ അവരോട് എന്നോട് പറഞ്ഞിട്ടെടുത്തു. അവരെന്നോട് പറയാതെ 23,500 രൂപ എടുത്തു. അതായിരുന്നു സംഭവിച്ചത്. മാതാവ് അതും എനിക്ക് കാട്ടി തന്നു. അതും വലിയൊരു സാക്ഷ്യമാണ് എനിക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഉടമ്പടി തൈലം കൊണ്ടുള്ളത് എന്ന് പറയുമ്പോൾ എൻ്റെ മൂന്നാമത്തെ മോൾ, ഇത് 3 മക്കളാണ് എനിക്കുള്ളത്. മൂന്നാമത്തെ മോൾക്ക് 10-16 വർഷമായിട്ട് തുമ്മലിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ഭയങ്കര തുമ്മൽ. സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ സാർമാർ നീ പുറത്ത് പോയി തുമ്മിയിട്ട് വന്നിട്ട് പെരക്കകത്ത് റൂമിൽ കയറിയിരിക്കുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ തുമ്മൽ കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിന് ഞാൻ സങ്കടപ്പെടണം? മാതാവിൻ്റെ തൈലം എൻ്റെ കയ്യിലുണ്ട്, തേനുണ്ട്, ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് വിഷമിക്കണം എന്ന് കരുതി ഞാൻ തൈലം എടുത്ത് കുഞ്ഞിൻ്റെ നെറുകയിൽ പുരട്ടുകയും ചുമയ്ക്കുന്ന സമയത്ത് ഉപ്പ് കൊടുക്കുകയും തേൻ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നിശേഷം അവളുടെ ആ തുമ്മൽ ഇപ്പോൾ ഇല്ല, മാറിക്കിട്ടി. അതോടൊപ്പം തന്നെ അവൾക്ക് വയറിനകത്ത് അൾസറിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എരിവെന്ന് പറയുന്ന ഒരു ശകല സാധനം കഴിക്കത്തില്ല. എന്ത് കഴിച്ചാലും അവൾ അപ്പം തന്നെ വയറിന് വേദന കാരണം കിടന്ന് ഉരുളുമായിരുന്നു. അതും ഇത് കൊടുത്തതിൻ്റെ ഫലമായിട്ടും മാറി. എനിക്ക് 16 വർഷമായിട്ട് മുട്ടിന് വേദനയായിരുന്നു. 12 വർഷമായിട്ട് മുട്ടുവേദനയായിരുന്നു. മുട്ടുവേദന കാരണം ഒരു രക്ഷയിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ലാസ്റ്റും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവസാനം ആ ട്രീറ്റ്മെൻറ്റും കൊണ്ടും പൂർണ്ണമായിട്ട് ഒരു സുഖം എനിക്ക് വരുന്നില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തൈലം ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് മുട്ടിമേ കംപ്ലീറ്റ് മാറി കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കൈക്കും കാലിനും മരവിപ്പുണ്ടായിരുന്നു. മരവിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത് ഒരു സെറ്ററിൻ്റെ മുകളിൽ ഒരു ടർക്കിയുടെ മുകളിൽ ഒരു കമ്പിളിയുടെ മുകളിൽ വേറൊരു കമ്പിളി, അങ്ങനെ പുതച്ചാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. എനിക്കല്ലാണ്ട് ഉറങ്ങാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒന്നും വേണ്ട, ഞാനില്ലാതെ കിടന്നുറങ്ങും. എൻ്റെ കൈയുടെ കാലിൻ്റെ മരവിപ്പ് ഈ തൈലത്തിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ എനിക്ക് മാറിക്കിട്ടി.
ഇതൊക്കെയാണ് എനിക്ക് മാതാവ് ചെയ്തു തന്ന, എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ പറയാൻ വിട്ടുപോയതും മറന്നുപോയതുമായി ഒത്തിരി കാര്യങ്ങളുണ്ട്. കൃപാസന പത്രം ഞാൻ അത്രയും അവഹേളിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ അത്രയും നിന്ദിച്ചു പറഞ്ഞു. എൻ്റെ ഭർത്താവ് എനിക്ക് കൃപാസന പത്രം കെട്ടുകണക്കിന് എവിടെ നിന്നൊക്കെയോ കൊണ്ടുതന്നു. ഞാനതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഒരെണ്ണം പോലും തുറന്നു നോക്കാൻ ഞാൻ കൂട്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കൃപാസനത്തിൽ ലോക്കറ്റ് എൻ്റെ ഭർത്താവ് എവിടെ നിന്ന് എനിക്ക് ഉണ്ടോ കൊണ്ടുതന്നു. വന്നിച്ചില്ലെങ്കിലും നിന്നിക്കിരുന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ പെരയുടെ ഉത്തരത്തിൻ്റെ മുകളിൽ വെച്ചു. ഫലമോ എനിക്ക് നല്ലൊരു ഭവനം മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു ഭവനത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴും അത്യാവശ്യം താമസിക്കുന്ന അടുത്തൊരു ഭവനം കൂടി തമ്പുരാൻ തന്ന് അനുഗ്രഹിച്ചു. എല്ലാം അവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കൃപാസന മണ്ണിൽ കാലുതൂത്തിയ ഒരു മനുഷ്യരും തകർന്നു പോകില്ല. അതെനിക്ക് ഉറപ്പാണ്. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും പിടിച്ചു നിൽക്കാൻ ദൈവം നല്ലൊരു ശക്തി തരുന്നുണ്ട്. അമ്മ നമ്മളെ സഹായിക്കും. എന്നോടൊപ്പം തന്നെ എൻ്റെ മക്കൾക്കും വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയോർക്ക് ഇത്രയും അനുഗ്രഹം തന്ന, അതോടൊപ്പം അവഹേളിക്കാൻ തുനിഞ്ഞു പുറപ്പെട്ട് എൻ്റെ മാതാവിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. നന്ദി, നമസ്കാരം.